അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നാമങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അർ റസാഖ് എന്നുള്ളത്. റസാഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യനും മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവനോപാധി സമ്മാനിക്കുന്നവൻ. റസാഖ് അന്നപാനീയങ്ങൾ അവൻ സൃഷ്ടിക്കുന്നു. അന്നപാനീയങ്ങൾ ഉപയോഗിക്കുവാനുള്ള സൃഷ്ടിജാലങ്ങളെയും അവൻ സൃഷ്ടിക്കുന്നു. അവ മനുഷ്യനായിരുന്നാലും മറ്റ് ജീവജാലങ്ങളായിരുന്നാലും ഈ ഭൂമി ലോകത്ത് ഈ വാനലോകത്ത് ഒക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. കേവലം ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമല്ലല്ലോ, വായു പോലും നമുക്ക് ആവശ്യമാണ്. നമ്മളറിയാത്ത മറ്റുള്ള ഒരുപാട് ഘടകങ്ങളുടെ ഒരുപാട് പദാർത്ഥങ്ങളുടെയും മറ്റും സാന്നിധ്യമുണ്ടെങ്കിലാണ് ജീവിച്ചു പോകാൻ കഴിയുക. ഇതെല്ലാം സമ്മാനിക്കുന്നവനാണ് അല്ലാഹു എന്നാണ് റസാഖ് കൊണ്ട് ഉദ്ദേശം. നമ്മൾ ബാഹ്യമായ അർത്ഥത്തിൽ അന്നപാനീയങ്ങൾ സമ്മാനിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പറയാറുണ്ട്. അതിന്റെ ഉദ്ദേശം ഏറ്റവും പ്രധാനപ്പെട്ടതും കാണപ്പെടുന്നതും ഒക്കെ അതായത് കൊണ്ടാണ്. അതല്ലാത്ത എന്തുണ്ടോ അതൊക്കെ സമ്മാനിക്കുന്നവൻ എന്നുള്ള അർത്ഥം. മൊത്തത്തിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സമ്മാനിക്കുന്നവൻ എന്നുള്ളൊരു ആശയമാണ് റസാഖ് കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടർത്ഥത്തിൽ ഇതിനെ വിലയിരുത്താം. ഒന്ന് ബാഹ്യമായതുണ്ട്, മറ്റൊന്ന് ആന്തരികമായതുണ്ട്. ബാഹ്യമായത് നേരത്തെ പറഞ്ഞതുപോലെ അന്നപാനീയങ്ങളും മറ്റുമൊക്കെ. ആന്തരികമായതിനെ പറ്റി മഹാന്മാർ പറഞ്ഞു, വൽ മആരിഫു വൽ മുകാശഫാത്ത് വൽ അസ്റാർ. വലിയ വലിയ മഹാന്മാരായ ആളുകൾക്ക് ആത്മജ്ഞാനങ്ങൾ നൽകുന്നു, ആത്മീയ വെളിപാടുകൾ, അതുപോലെ തന്നെ ഒരുപാട് അദൃശ്യജ്ഞാനങ്ങൾ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അതൊക്കെ നമ്മൾ ഹൃദയത്തിന് നൽകുന്ന അന്നത്തിൽപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സമ്മാനിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം തന്നെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. റിസ്ഖ് അത് മനുഷ്യനെ സംബന്ധിച്ച് അനിവാര്യമാണ്, എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അനിവാര്യമാണ്. റിസ്ഖിന് അത് വിശാലമായി കിട്ടുക എന്നുള്ളതിന് ഒരുപാട് സബബുകൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കസ്റത്തുസ് സ്വലാത്ത്, നിസ്കാരം വർദ്ധിപ്പിക്കൽ. നമ്മുടെ ജീവനോപാധി അത് വിജയിച്ച് കിട്ടുവാൻ അനിവാര്യമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ വെച്ച് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഉംർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വസ്സലാത്തു വസ്സലാമു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുള്ള സ്വലാത്ത് സലാം വർദ്ധിപ്പിക്കലൊക്കെ അതിൽപ്പെട്ടതാണ്. മൊത്തത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് മനസ്സ് തിരിച്ചു വെച്ചുകൊണ്ട് തേടുക. അങ്ങനെ തേടുമ്പോഴാണ് അവൻ നമുക്ക് സമ്മാനിക്കുക. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല പറഞ്ഞു, അംറുർ റിസ്ഖി ബിത്വലബിക എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അന്നപാനീയങ്ങളുടെയും ജീവനോപാധികളുടെയും പ്രധാനപ്പെട്ട കാര്യം തന്നെ ബിത്വലബിക, നമ്മൾ എങ്ങനെയാണോ അത് പടച്ചവനോട് തേടുന്നത് അതിന് അനുസരിച്ചിട്ടാണ് എന്ന്. കാരണം നമ്മൾ അല്ലാഹുവിന്റെ അടിമകളാണ്, ദാസന്മാരാണ്. അപ്പൊ അടിമത്വം കൃത്യമായി പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം. ഭൗതികമായി തന്നെ നമ്മൾ ചിന്തിക്കുക, ഒരു യജമാനന്റെ അടിമയായി ഒരാൾ ഉണ്ട് എങ്കിൽ ആ യജമാനനോട് തേടുന്നതിനനുസരിച്ച് ആ യജമാനൻ അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കും, ആവശ്യമുള്ളത് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും തേടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ റസാഖ് എന്ന് പറയുന്ന ഇസ്മുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അതിന്റെ ഫായിദ നമുക്കൊന്ന് പറയാം. വഖാസിയത്തു ഫി സഅത്തി റിസ്ഖി, നമ്മുടെ ജീവനോപാധി വിശാലമായി കിട്ടുക എന്നുള്ളതിന് റസാഖ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഇസ്മിനെ പ്രത്യേകമായ രൂപത്തിൽ ചൊല്ലിയാൽ സാധ്യമാണ്. അതിന് പണ്ഡിതന്മാർ പറയുന്നത് അയ്യഖുലുഹു ഖബ്ല സ്വലാത്തിൽ ഫജ്രി ഫീ കുല്ലി നാഹിയത്തിൻ മിൻ നവാഹിൽ ബൈത്തി അശ്റൻ. ഫജ്ർ അഥവാ സുബ്ഹി നിസ്കാരത്തിന് മുമ്പായിട്ട് നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തും ചെന്നുകൊണ്ട് 10 തവണ വീതം റസാഖ് അല്ലെ യാ റസാഖ് എന്ന് നമുക്ക് ചൊല്ലാൻ കഴിയണം. തുടങ്ങേണ്ടത് യബ്ദു ബിൽ യമീൻ, വലത്തെ മൂല കൊണ്ട് തുടങ്ങുക. അതും മിൻ നാഹിയത്തിൽ ഖിബ്ലത്തി, ഖിബ്ലയുടെ ഭാഗം നോക്കിയിട്ട് വലത് മൂല കൊണ്ട് ആരംഭിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി പോവുക. മനസ്സിലായല്ലോ? അങ്ങനെ 4 ഭാഗങ്ങളിലും നമുക്കിത് ചൊല്ലാൻ സാധിച്ചാൽ വളരെ വലുതാണ്. ഒരു റൂമോ അതല്ലെങ്കിൽ ഓഫീസോ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ 4 മൂലകളിലും സുബ്ഹ് നിസ്കാരത്തിന് മുമ്പായിട്ട് 10 തവണ യാ റസാഖ്. വളരെ ചുരുങ്ങിയ സമയമേ അതിന് ആവശ്യം ഉള്ളൂ.
അപ്പൊ അതിനെന്ത് വേണം? തുടങ്ങേണ്ടത് ഖിബ്ലയുടെ ഭാഗത്ത്, അതും വലത് ഭാഗത്തു നിന്നായിരിക്കണം നമ്മൾ ആരംഭിക്കേണ്ടത്. കന്നിമൂല നമ്മൾ സാധാരണ പറയാറുണ്ട്, അതിന്റെ നേരെ എതിർമൂല. കന്നിമൂലയുടെ എതിർമൂലയാവുമ്പോഴാണ് ഖിബ്ലയും അതുപോലെ തന്നെ വലത് ഭാഗവും ആവുക എന്ന് നമുക്ക് അറിയാം. അപ്പൊ ആ ഭാഗത്തു നിന്നാണ് ആരംഭിച്ചുകൊണ്ടിങ്ങനെ 10 തവണ വീതം ചൊല്ലിയാൽ വളരെ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നമ്മുടെ ജീവനോപാധികളിൽ വിശാലത ലഭിക്കുന്നു. നമ്മുടെ ജോലികളാവട്ടെ, കച്ചവടങ്ങളാകട്ടെ, അങ്ങനെ ജീവിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന എത്രയോ ചെറുതോ വലുതോ ആയിട്ട് മാർഗങ്ങളാവട്ടെ, ആ മാർഗങ്ങളിലൊക്കെ വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ആ വീട്ടിൽ പിന്നെ ഒരിക്കലും തന്നെ പട്ടിണി ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ പരിവട്ടമായി കഴിയേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.